ഉദ്യോഗസ്ഥര് ഇങ്ങനെയാണ്. മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടണം, എന്തൊക്കെങ്കിലും അവരുടെ ശ്രദ്ധ എത്തണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വിഷയത്തിൽ നിന്നല്ല, ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. മനുഷ്യ ജീവന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ MLA വരും, MP വരും, മെമ്പർ വരും, പഞ്ചായത്ത് പ്രസിഡന്റ് വരും, സെക്രട്ടറി വരും, പിന്നെ ആരൊക്കെ വരാനുണ്ടോ ആ ആളുകളൊക്കെ വരും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. കാരണം ഏതെങ്കിലും ഒരു സ്കൂൾ ബസ് ആക്സിഡന്റിൽ പെട്ട് കഴിഞ്ഞാൽ ആ സ്കൂൾ ബസ്സിനെ മൊത്തത്തില് പിന്നെ അങ്ങോട്ട് ചെക്കിങ് ആയി അല്ലേ, പിന്നെ അങ്ങോട്ട് ഭയങ്കര ചെക്കിങ് ആയി. അതേമാതിരി ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. കാരണം ഏകദേശം 2 മാസം പോലും തികച്ചായിട്ടില്ല കരുവാരകുണ്ട് പ്രദേശത്ത്, കാളികാവ് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് വാർത്തകൾ വന്നിട്ട് ആളുകൾ നേരിട്ട് പുലിയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത നമ്മളുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ വർഗങ്ങള് ഇല്ലേ. അങ്ങനെ അന്ന് നടപടി സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ പറയുന്ന ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ മരിക്കുമായിരുന്നോ? ഇല്ല, മരിക്കില്ല. കാരണം ആ പുലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങള് നമ്മളുടെ നാട്ടിലെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ഇവിടെ കൂടി ചേർന്നുകൊണ്ട് നടത്തിയിരുന്നു എങ്കിൽ ഇന്ന് ഈ പറയുന്ന ഗഫൂർ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഗഫൂർ മരിച്ചപ്പോ അവിടെ MLA വരുന്നു, മറ്റുള്ള ആളുകൾ വരുന്നു, മെയിൻ ഉദ്യോഗസ്ഥര് വരുന്നു. എത്ര ആളുകളാണ് അവിടെയൊക്കെ വരുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തിനു വേണ്ടിയിട്ട്? ഒരാളുടെ ശവം തിന്നാൻ വേണ്ടി വരുന്ന ശവന്തീനികളാണ് ഇവരൊക്കെ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവർക്കൊക്കെ വോട്ട് ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ആവശ്യം എന്ന് പറയുന്നത് നമ്മളുടെ വോട്ട് മാത്രമാണ്. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന ആ ഒരു വോട്ട്, അത് മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് പുല്ല് വിലയാണ് ഇവരൊക്കെ കളിപ്പിക്കുന്നത്. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഒരു പാർട്ടിയെ പ്രത്യേകം എടുത്തു പറയുന്നില്ല, എല്ലാ പാർട്ടിയിലുള്ള ആളുകളും ഇതുപോലെ തന്നെയാണ്. പിന്നെ ഉദ്യോഗസ്ഥർക്ക് മാസം ഓൽക്ക് പോലെ ശമ്പളം കിട്ടണം, പെൻഷൻ കിട്ടണം. ഓൽക്ക് അത്രേ ആവശ്യമുള്ളൂ. അത് മാത്രം കിട്ടിയാൽ മതി. മനുഷ്യന്മാർ എന്തോ ഏതോ ആയിക്കോട്ടെ, അതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം തന്നെ ഇല്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലത്തെ സാഹചര്യങ്ങൾ, നമ്മുടെ നാട്ടിലത്തെ നിയമങ്ങൾ പോണത്. കാരണം ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കുക. ഒരു മനുഷ്യ ജീവൻ പൊലിഞ്ഞതിന് ശേഷമല്ല നിയമപാലകരും ഉദ്യോഗസ്ഥരും കണ്ണു തുറക്കേണ്ടത്. അതിനു മുൻപ് മനുഷ്യജീവൻ പൊലിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, ഇനിയെങ്കിലും കണ്ണു തുറക്കുക എന്ന് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്.